ഇന്ന് വൃശ്ചികം 1. വൃശ്ചികം 1 എന്ന് പറയുമ്പോൾ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയാണ് ഓർമ്മ വരുന്നത്. ശബരിമല നട തുറന്ന ദിവസം മകര വിളക്ക് വരെ ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് ശബരിമലയിലേക്ക്. അവിടെ ഭക്തജനങ്ങളുടെ തിരക്ക് അത് നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അവരുടെ പരിരക്ഷ, ആരോഗ്യവും അതുപോലെ തന്നെ ശുദ്ധജലം, ശുദ്ധവായു, മലിനീകരണം ഉണ്ടാവാതിരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, ക്രമസമാധാന പരിപാലനം തുടങ്ങിയ വിവിധ മേഖലകൾ അതാത് മേഖലകളിലെ വിദഗ്ധരെയാണ് നേതൃത്വം കൊടുക്കുന്നതിന് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ശബരിമല സീസണിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യത്തെ ശബരിമല സീസൺ എന്ന് പറയുന്നത് വളരെയധികം കോടിലക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടളപ്പടിയും പീഠവുമെല്ലാം മറിച്ച് അവിടെയെല്ലാം കളവുകൾ നടത്തി അതുമായി ബന്ധപ്പെട്ട ഉന്നത പദവികളിൽ ഇരുന്നവർ ജയിലിലായ ഒരു സാഹചര്യത്തിലാണ് ഇപ്രാവശ്യത്തെ ശബരിമല സീസൺ തുടങ്ങുന്നത്. പലരും, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നത പദവികളിൽ ഇരുന്നവർ പലരെയും അന്വേഷണ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിന് സമൻസ് നൽകിയിട്ടുണ്ട്. ഇനി ആരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ആരെല്ലാം ജയിലിൽ പോകുമെന്നുമെല്ലാം വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ശബരിമല ഇത്രയധികം കോളകം ഉണ്ടാക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് ശബരിമലയിലേക്കുള്ള ഭക്തജനങ്ങളുടെ വരവിന് ഒരു കുറവുമില്ല. അവരുടെ വിശ്വാസത്തിന് അല്പം പോലും കോട്ടം തട്ടിയതായിട്ട് തോന്നുന്നില്ല. അവരിപ്പോഴും ഭക്തിപൂർവം ശബരിമല എത്തുകയും അവിടെ ദർശനം നടത്തുകയും അവിടെ മറ്റ് ആചാരപരമായ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നതിലും ആരും പുറകോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ശബരിമലയെയും ആ ശബരിമലയുടെ ഭരണം നിർവഹിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും കുറിച്ച് പറയാനുള്ളത്. ദേവസ്വം ബോർഡിന്റെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത്, അതായത് ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ ആ ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രഥമ പ്രസിഡന്റ് ശ്രീ മന്നത്ത് പത്മനാഭനായിരുന്നു. അവിടെ തൊട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ അവസാനം റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന, മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ശ്രീ K. ജയകുമാർ ആണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. ശബരിമല നടന്നപ്പോൾ മറ്റ് പ്രമുഖരോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ ജയകുമാറും അയ്യപ്പ ദർശനം നടത്തി. വ്യക്തിപരമായി ജയകുമാറിനെതിരെ ആർക്കും ഒരു ആക്ഷേപവും ഒരു അഴിമതി ആരോപണവും നാളെ വരെ ഉയർന്നു വന്നതായി അറിവില്ല. അതുകൊണ്ട് ശ്രീ ജയകുമാറിന്റെ കാലയളവിനുള്ളിൽ അല്ലെങ്കിൽ ആ കാലയളവ് തീരുന്നത് വരെ ദേവസ്വം ബോർഡിന്റെ ഭരണം സുതാര്യമായി നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് അഡ്മിനിസ്ട്രേഷനിൽ
പരിചയസമ്പന്നനായ ജയകുമാർ. അദ്ദേഹം IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അവസാനം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയായി ഇരുന്നു കൊണ്ടാണ് അടുത്തും പറ്റുന്നത്. അതിനുശേഷം അദ്ദേഹം മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി. മലയാളം സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ജയകുമാറിന്റെ കീഴിൽ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം സുതാര്യമായി തന്നെ നടക്കുമെന്നുള്ള വിശ്വാസമാണ് എല്ലാ വിഭാഗം ആൾക്കാർ. പ്രത്യേകിച്ചും രണ്ട് പ്രബല സമുദായങ്ങളുടെ നേതാക്കന്മാരും മത നേതാക്കന്മാര്, അതുപോലെ തന്നെ മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെയും തിരുവിതാംകൂറിന്റെ ഭരണം ജയകുമാറിന്റെ കാലഘട്ടത്തിൽ സുതാര്യമായി തന്നെ നടക്കുമെന്നുള്ള വിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ശ്രീ ജയകുമാർ പ്രതിജ്ഞാബദ്ധമാണ്. അത് അദ്ദേഹം നിർവഹിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ ചരിത്രവും ഐതിഹ്യവും തമ്മിലുള്ള പൊരുത്തക്കട എന്ത് തന്നെയായാലും എത്രയോ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി, ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി അവിടെ ഭക്തജനങ്ങൾ വന്നു പോകുന്നു. പഴയ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കൊടും കാടുകളിലൂടെ വന്യമൃഗങ്ങൾ വസിക്കുന്ന കാടുകളിലൂടെ ആണ് നടന്ന് ശബരിമല സന്നിധാനത്ത് എത്തുന്നത്. അന്നെല്ലാം വളരെയധികം ഭക്തിപൂർവമാണ് നോയമ്പുകൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ ശബരിമല ദർശനത്തിനായി കാനന വഴിയിലൂടെ ശബരിമലയിൽ എത്തിച്ചേരുന്നത്. അന്നല്ല ഒരാള് ശബരിമല പോകുമ്പോൾ ആ വീട്ടിൽ മാത്രമല്ല, ആ കുടുംബങ്ങളിലും ആ നാട്ടിലുമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കും. അവരുടെ എല്ലാം അനുവാദം വാങ്ങി, അവരുടെ എല്ലാം ദക്ഷിണ സ്വീകരിച്ച്, അവരുടെ എല്ലാം അനുഗ്രഹങ്ങൾ വാങ്ങി, അങ്ങനെ വളരെ സത്യസന്ധവും ഭക്തിപൂർവമായിട്ടാണ് അന്നെല്ലാം ഭക്തജനങ്ങൾ ശബരിമല ദർശനത്തിനായി പുറപ്പെട്ടിരുന്നത്. കൊടും വനങ്ങളിലൂടെ പോകുമ്പോൾ അപൂർവമായിട്ടെങ്കിലും ചിലർക്ക് തിരിച്ചു വരാൻ കഴിയാതെയും വന്നിട്ടുണ്ട്. അതെല്ലാം മാറി ലോകത്താധുനിക സംവിധാനങ്ങളുടെ വളർച്ചകൾ, ടെക്നോളജിയുടെ വളർച്ചകൾ, അത് ഗതാഗത രംഗത്തും വാർത്താവിനിമയ രംഗത്തും അതുപോലുള്ള ആരോഗ്യ മേഖലകളിലും എല്ലാം തന്നെ വളരെയധികം വികസനങ്ങൾ, കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു സാഹചര്യത്തിൽ ഇന്ന് ശബരിമല പോകുന്നു എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കാര്യമല്ല. അതൊരു വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും സന്ദേഹമുണ്ട്. എന്തായാലും ഇത്രയും കൊള്ളക്കം ഉണ്ടാക്കിയ സ്വർണം കാണാതെ പോയത്, സ്വർണം അവിടെ നിന്ന് മോഷ്ടിച്ചത് അടക്കമുള്ള സംഭവങ്ങൾ നടന്നിട്ടും അവിടുത്തെ പ്രാധാന്യത്തിന്, ശബരിമലയുടെ കീർത്തിക്ക്, ശബരിമലയുടെ പ്രശസ്തിക്ക്, മലയെക്കുറിച്ചുള്ള ജനങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന് ഒരു തരി പോലും വിളക്കം തട്ടിട്ടില്ല. ഇന്നും പൂർവാധികം
ഭക്തിയോടുകൂടി തന്നെയാണ് ഭക്തർ ശബരിമലയിലേക്ക് പോകുന്നതും അവിടെ ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകൾ നടത്തുന്നതും അവിടെയെല്ലാം അതെല്ലാം കഴിഞ്ഞ് സായുജ്യം അടഞ്ഞുകൊണ്ടാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. ഇനിയും അവിടെ ഇപ്പോൾ നടന്നതുപോലുള്ള തെറ്റായ പ്രവണതകൾ, ദുഷ്പ്രവണതകൾ ഉണ്ടാവാതിരിക്കുന്നതിന് ഉള്ള മുൻകരുതലുകൾ, അവിടെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അത് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥനായാലും മുകൾ തട്ടിലുള്ള ഉദ്യോഗസ്ഥനായാലും ഇവിടെ സംശയത്തിന്റെ നിഴലിൽ അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് സംശയിക്കുന്നവരിൽ താഴേക്കടയിലെ ഉദ്യോഗസ്ഥൻ മുതൽ മുകളിലോട്ട് ഉള്ള ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരും അവിടുത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ്, ചില ഉന്നത ഉദ്യോഗസ്ഥർ ജയിലിലാണ്. അവിടുത്തെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥ പ്രിൻസിപ്പൽ സെക്രട്ടറി മുൻകൂർ ജാമ്യം എടുക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. മറ്റു പലരും മുൻകൂർ ജാമ്യം എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുകയും അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ശബരിമലയുടെ ഇപ്രാവശ്യത്തെ മണ്ഡലവിളക്കും അതുപോലെ തന്നെ മകരവിളക്ക്, അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ വരവിനെ നിയന്ത്രിക്കുന്ന രീതിയിലായാലും അവരുടെ യാത്രകൾ സുഗമമാക്കുന്നതിലായാലും അവരുടെ ആരോഗ്യം പരിപാലിക്കുന്ന കാര്യത്തിലായാലും അവർക്ക് ആഹാരം ലഭിക്കുന്നത് സുതാര്യമാണോ എന്ന് ദേവസ്വം ബോർഡും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എപ്പോഴും ജാഗ്രത പാലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്രാവശ്യത്തെ ശബരിമല നട ഇന്ന് തുറന്നിരിക്കുന്നു. അത് മകരവിളക്ക് വരെ ഭക്തജനങ്ങളുടെ പ്രഭാവം തന്നെ ശബരിമലയിൽ ഉണ്ടാവും. അതിനു വേണ്ടുന്ന എല്ലാ ആശംസകളും കേരളീയ ദേശം നേടുന്നു, നിർത്തുന്നു.